ബയോളജി അഥവാ ജീവശാസ്ത്രം. ബയോളജി ഈസ് the science of life forms and living process. വിവിധ തരത്തിലുള്ള ജീവികളെയും അവയുടെ ജീവിത രീതികളെയും കുറിച്ചുള്ള പഠനമാണ് ബയോളജി. Friends, this year in biology we are going to study 22 chapters and they are living world, biological classification, plant kingdom, animal kingdom, morphology of flowering plants, anatomy of flowering plants, structural organization in animals, cell, the unit of life, biomolecules, cell cycle and cell division, transportation in plants, mineral nutrition, photosynthesis in higher plants, respiration in plants, plant growth and development, digestion and absorption, breathing and exchange of gases, body fluids and circulation, excretory products and their elimination, locomotion and their movement, neural control and coordination, chemical coordination and integration. പുരാതന മനുഷ്യൻ വിൻഡ്, സീ, ഫയർ പോലുള്ള ഇൻആനിമേറ്റ് മാറ്ററിനെ, അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിച്ചിരുന്നു. ഇവ ഉളവാക്കിയിരുന്ന ഭീതിയാണ് ഇതിന് കാരണം. ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെ ജീവനുള്ളവയുടെ തന്നെ പരിഗണനയും ഡിസ്ക്രിപ്ഷനും തുടങ്ങിയത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. മനുഷ്യന് മാത്രം പ്രാധാന്യം നൽകിയും മനുഷ്യനെ കേന്ദ്രബിന്ദുവായി കണ്ടുകൊണ്ടുമുള്ള ജീവിത രീതികളും ആയിരുന്നു ആദ്യകാലത്ത്. ബയോളജിക്കൽ നോളജിൻ്റെ വളർച്ചയെ ഇത് മന്ദഗതിയിലാക്കി. പിന്നീട് പതിയെ പതിയെ എല്ലാ ജീവജാലങ്ങളെയും കൺസിഡർ ചെയ്യുകയും അവയെക്കുറിച്ചുള്ള പഠനം ശാസ്ത്രീയമായ രീതിയിൽ ആരംഭിക്കുകയും ചെയ്തു. So, we used detailed system of identification, nomenclature and classification. ഇതിന് വളരെയധികം സഹായകമായത് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും ചെറിയ രീതിയിലും വലിയ രീതിയിലും ഷെയർ ചെയ്യുന്ന സിമിലാരിറ്റീസ് ആണ്. So, let us move to the first chapter, the living world. The first question is, what is living? ഒരു വസ്തുവിന് ജീവനുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? First point is, all living organisms grow. എല്ലാ ജീവജാലങ്ങളും വളരും. സെൽ ഡിവിഷൻ അഥവാ കോശവിഭജനത്തിലൂടെയാണ് ലിവിംഗ് ഓർഗാനിസംസ് വളരുക. നെക്സ്റ്റ് ഈസ്, ലിവിംഗ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. ജീവജാലങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷിയുണ്ട്. ദേ പ്രൊഡ്യൂസ് ദെയർ യങ് വൺസ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് ഈസ് മെറ്റബോളിസം. അവയുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളും ജീവപ്രവർത്തനങ്ങളും നടക്കുന്നു. നെക്സ്റ്റ്, സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ബോഡി. കോശങ്ങൾ കൊണ്ടാണ് ജീവജാലങ്ങളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് ഇസ് ഓൾസോ എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. അവയ്ക്ക് അവയുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള കഴിവുണ്ട്. They have the ability to sense their surroundings and they respond to the environmental stimuli.
സോ ഇവയെല്ലാമാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതകൾ. ഫ്രണ്ട്സ്, ഡോണ്ട് യു ഹേർഡ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി എന്നാൽ ജൈവ വൈവിധ്യമാണ്. ഈ ഭൂമിയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. ഏകദേശം 1.7 to 1.8 million സ്പീഷീസ് ഉണ്ട്. So biodiversity is the number or types of organisms that present on earth. So ഈ എല്ലാ ഓർഗാനിസത്തിനും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നെയിം വേണം. This process of naming an organism is called nomenclature. Obviously, nomenclature or naming is only possible when organism is described correctly. So this process of describing an organism is called identification. So ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഓർഗാനിസത്തിന് ഒരേ നെയിമാണ് ഉള്ളത്. ഇതാണ് ഈ ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിം. പൊതുവെ സയൻറ്റിഫിക് നെയിംസ് 2 കമ്പോണൻറ്റ് കൂടി ചേർന്നിട്ടുള്ള ഒരു നെയിമാണ്. ദിസ് സിസ്റ്റം ഓഫ് പ്രൊവൈഡിംഗ് എ നെയിം വിത്ത് 2 കമ്പോണൻറ്റ്സ് ഈസ് കോൾഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇതിൽ each name has 2 components. First part is generic name, second part is specific epithet. ഈ ഭൂമിയിൽ ഒരുപാട് ഓർഗാനിസംസ് ഉള്ളതിനാൽ അവയെ ഓരോന്നിനെയും കുറിച്ച് പഠിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ലിവിങ് തിങ്സിനെ അവയുടെ സിമിലാരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെയും പറ്റി പഠിക്കുന്നു. അപ്പോൾ നാം ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ഓർഗാനിസംസിനെയും പറ്റി പഠിച്ചു കഴിയും. സോ ദിസ് പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓർഗാനിസംസ് based on easily observable characteristics is known as classification. Based on characteristics, all living organisms can be classified into different taxa, that is, group. This process of classification is called taxonomy. Each rank or category is called taxonomic category, and all categories together constitute taxonomic hierarchy. The taxonomic categories are species, genus, family, order, class, phylum or division, kingdom. Taxonomical aids. Taxonomical aids helps in the study of classification. Some of the taxonomical aids are herbarium, botanical garden, museum, zoological park, and key.